ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് ചിരിയും കളിയും നിറഞ്ഞൊരു എപ്പിസോഡ് ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കിച്ചണിൽ നടന്ന ഒരു വഴക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഈ ആഴ്ച ആകെ നടന്ന ഒരു വഴക്ക് കിച്ചണിൽ നടക്കുന്ന ആ ഒരു സംഭവമാണ്. സാബുമാനും അനുമോളും അതേപോലെ തന്നെ ആദില, നൂറ ഇവരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വഴക്കായിരുന്നു. അനുമോള് വിളമ്പാൻ നിൽക്കുമ്പോൾ മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്. പിന്നെ സാബുമാൻ പറയുന്നുണ്ട്, നീ ഇത്രയും കഴിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് അനുമോള് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വലിയ ചർച്ചയാവാൻ പോകുന്ന ഒരു കേസാണെന്നാണ് തോന്നുന്നത്. കേരള പിറവി ദിനമായതുകൊണ്ട് എല്ലാവരും നല്ല ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ നെവിൻ ഒരു കോമഡി അടിക്കുന്നുണ്ട് കേട്ടോ. നെവിൻ നല്ല ഫോമിലാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്നാണ് തോന്നുന്നത്. നെവിൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ കുക്കിംഗ് വേണ്ട ലാലേട്ടാ, ഇനി ബിഗ് ബോസ് ഫുഡ് തന്നാൽ മതി, ഞങ്ങൾ പറയുമ്പോൾ ഫുഡ് തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ നെവിൻ എന്തോ പറയുന്നുണ്ട്. പിന്നെ നെവിൻ പറയുന്ന ഒരു കാര്യം, മറ്റേങ്ങൾക്ക് നാണമില്ലേ ഇപ്പോഴും പയറിന്റെ പേരിലൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കാനായിട്ട് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നെവിൻ നല്ല ഫോമിലാണ്. ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ കൗണ്ടർ അടിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പ്രോമോ വന്നിരുന്നു, കേരള പിറവിയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രോമോ വന്നിരുന്നു. അതിനകത്ത് പ്രേക്ഷകരോടായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, പ്രിയ കേരളമേ ഇവനോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല പോസിറ്റീവ് വൈബ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച അത്ര വലിയ ഭയങ്കര പ്രശ്നങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഭയങ്കര ചില്ലായിട്ടാണ് നിൽക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചൺ പ്രശ്നം ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതും ആഴ്ചയുടെ അവസാനം ആയപ്പോഴത്തേക്ക് സോൾവ് ആവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അനുമോൾ അവരോട് പോയി അങ്ങോട്ട് പോയി സംസാരിച്ച് സോൾവ് ആയി. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.